സാറ് പലപ്പോഴും രാഷ്ട്രീയം കഥകളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ അനുകരിക്കാനാണോ അങ്ങനെ പറയുന്നില്ല, എന്നാലും അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ നല്ല ഒരായുധമാണ്. നമുക്ക് ജനങ്ങളെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഭാവിയെപ്പറ്റി വാൺ ചെയ്യാനും ഒക്കെ ഒരു ടൂളായിട്ട് ഞാനും അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സാറുമായിട്ട് പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. സിന്നിലെ ഇൻട്രഡക്ഷൻ സാറാണ് എഴുതിയത്, ഫോർവേഡ് സാറാണ് എഴുതിയത്. അന്ന് മുതൽ എനിക്ക് സാറിനെ പരിചയമുണ്ട്. പക്ഷെ സാറിനെ കാണുമ്പോഴൊക്കെ ഞാൻ എത്ര സില്ലിയായ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് ഇന്നലെയാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിക്കുക, ഒരു 4-5 വർഷമായിട്ട് എനിക്കറിയാമായിരുന്നതല്ലേ സാറിനെ, ഞാനിതൊക്കെ എത്രയോ നാൾ മുൻപ് ചോദിച്ച് പഠിക്കേണ്ടതായിരുന്നു. അതിന് പകരം എന്തെങ്കിലും കറിയുടെ കാര്യമൊക്കെ പറയുകയോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പിച്ചി നോണ്ടി എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയുകയോ ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇത് എനിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ എടുക്കുകയാണ്. ആദ്യമായിട്ട് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി കഥകൾ എഴുതുന്നുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആ കഥകൾ കൊണ്ട് സാർ എന്താണ് ലക്ഷ്യമാക്കിയത്? വളരെ നന്ദി ഹരിത. വളരെ കുറച്ച് കാലം കൊണ്ട് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു എഴുത്തുകാരിയാണ് ഹരിത സാവിത്രി. സംഘർഷങ്ങളുടെ, അത് കുർദിസ്ഥാനിലായാലും പാലസ്തീനിലായാലും അതിനോട് ഹൃദയം ചേർത്ത് പിടിക്കുകയും വളരെ എംപത്തറ്റിക്കായിട്ടുള്ള വളരെ സഹതാപപൂർണമായിട്ടുള്ള കഥകൾ എഴുതുകയും ചെയ്ത് വളരെ കാലത്തിന് ശേഷം മലയാളത്തിൽ ഒരു ഗൗരവമുള്ള എഴുത്തുകാരിയെ കിട്ടി എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇനി ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മളെല്ലാം ബാധിക്കുന്നൊരു കാര്യമാണ് രാഷ്ട്രീയം. അതേത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഉദാഹരണം ഈ നോട്ട് നിരോധനമാണ്. ഒരു ദിവസം രാത്രി 12 മണിക്ക് നാട്ടിലെ നോട്ടുകൾ ഇല്ലാതാക്കി. ഒരു ഭരണാധികാരിയുടെ നിർണയമാണ്. പിറ്റേ ദിവസം മുതൽക്ക് ആളുകൾ വരി നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ ചെറിയ നീക്കങ്ങളും, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ആയിക്കോട്ടെ, അത് ഭരണാധികാരികളുടെ ആയിക്കോട്ടെ, അത് ശരിക്കും നേരിട്ട് അശനിപാതം പോലെ പതിക്കുന്നത് ജനങ്ങളുടെ മേലിലാണ്. അപ്പം ഇതിന്ന് വിമുക്തമാകാൻ ആർക്കും കഴിയില്ല. ഇതിൻ്റെ നേരെ കണ്ണടച്ചുകൊണ്ടുള്ള ഒരു കലാപ്രവർത്തനം, എഴുത്ത് മാത്രമല്ല, ഒരു തരത്തിലുള്ള കലാപ്രവർത്തനവും സത്യസന്ധമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആവാം. ഇപ്പോൾ ഡാൻസ് കൂടി പ്രതിഷേധിക്കുന്നവരും ഉണ്ട്, പാട്ടുകൾ കൂടി ഇത് കൊണ്ടുവരുന്നവരുണ്ട്, എഴുത്തി കൂടി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം ഇല്ലാതെ നമ്മുടെ ശ്വസിക്കുന്ന വായുവിൻ്റെ ഒരംശമായി തീർന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഒരു സാധാരണ അവസ്ഥ ജീവിതത്തിന് ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നൊരു കാലമാണ്. അത്രയധികം വലിയ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ളപ്പോൾ അത് സാഹിത്യത്തിലേക്ക് കയറി വരും. അപ്പം ഞാൻ എഴുതിയിട്ടുള്ള രാഷ്ട്രീയ കഥകളെല്ലാം എന്നെ ബാധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തിരുത്തെന്ന് പറഞ്ഞാൽ ഈ ബാബരി മസ്ജിദ് തകരുന്ന സമയത്ത്
ഈ ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു 100 കിലോമീറ്റർ ദൂരെ ഗയ എന്നുള്ള സ്ഥലത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആഘാതം, ജനജീവിതത്തിലുള്ള ആഘാതം വളരെ ശക്തമായിരുന്നു. ആളുകൾ രണ്ടായി പിരിഞ്ഞു. രാത്രി വലിയ സംഘം കൂടിയുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മുറവിളികൾ, അങ്ങനെ ഒത്തിരി സംഘർഷഭരിതമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. ഇത് വളരെ ആഴത്തിൽ തന്നെ എന്നെ ബാധിച്ചു. അതാണ് ഒരു പക്ഷേ കഥയായിട്ട് വന്ന് ഈ മുഴുവൻ ആഘാതവും ആ കഥയിൽ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അതാണ് കഥയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു പരിമിതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം. ഇതിൻ്റെ പലതരത്തിലുള്ള ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് എത്തിച്ചേരുന്ന വികാരമാണ് ആ കഥ. ഇതുപോലെ തന്നെ ഞാൻ നേരിട്ട് അനുഭവിച്ച മറ്റൊരു കാര്യമാണ് ഇന്ദിരാഗാന്ധിയുടെ വധം. ഇന്ദിരാഗാന്ധിയുടെ വധം നടക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിലുള്ള സർദാർജിമാരുടെ ടാക്സി സ്റ്റാൻഡ് കത്തിച്ചു കളയുകയാണ് ഉണ്ടായത്. 100 കണക്കിന് സിഖ് വംശജരുടെ ഹത്യ നടക്കുകയുണ്ടായി. ഹത്യ ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ വീടുകൾ കൊള്ളയടിച്ചതും കൂട്ടം കൂട്ടമായിട്ട് ടെലിവിഷൻ, പ്രഷർ കുക്കർ തുടങ്ങിയ ഗാർഹിക ഉപകരണങ്ങൾ വീട്ടിൽ നിന്നും ഇത് മോഷ്ടിച്ച് നാൽക്കവലകളിലിടുക അല്ലെങ്കിൽ തുടർച്ചയായിട്ട്. അപ്പം ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടി സാഹിത്യം മാത്രം പോരാ ഒരു തോന്നൽ ഞങ്ങൾ കുറച്ച് ഡൽഹിയിലെ ആൾക്കാർക്കുണ്ടായി. ഒരു സമാന്തരമായിട്ട് ഒരു NGO കൂടി ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ സംഭവത്തിലേക്ക് തിരിച്ചു പോകുന്നത്. തീർച്ചയായും സാഹിത്യം ജേർണലിസം അല്ല. നടക്കുന്ന കാര്യങ്ങൾ അതേപടി പകർക്കുക എന്നുള്ളതല്ല സാഹിത്യത്തിൻ്റെ ധർമ്മം. സാഹിത്യം ഒരിക്കലും ജേർണലിസം ആവാൻ പറ്റുകയില്ല. പക്ഷേ അത് ഒരു എഴുത്തുകാരൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആഘാതം ഏതെങ്കിലും രീതിയിൽ അത് പുറത്തു വരുമ്പോൾ കഥയിൽ രാഷ്ട്രീയം കലരാതിരിക്കാൻ, കലരുക എന്നുള്ളത് ഒരു തെറ്റായ വാക്കാണ്. കാരണം അതിൽ ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മതിയല്ലോ. സർ, ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ സാറിന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നത് കാണാം. അവർ കഴിയുന്നതും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സാറ് രാഷ്ട്രീയത്തിൽ വളരെയേറെ ഇടപെട്ടിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ? ഇത് ജീവിക്കണം. അപ്പം ജീവിക്കാൻ ഒരു ജോലി കൂടിയേ പറ്റൂ. ഇന്നത്തെ കാലം പോലെയല്ല. ഞാനൊക്കെ എഴുതുന്ന കാലത്തൊരു പുസ്തകത്തിന് 1000 കോപ്പി വിറ്റഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. 2ാം പതിപ്പ് വരിക അല്ലെങ്കിൽ 3ാം പതിപ്പ് വരിക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എഴുത്തുകൊണ്ട് ജീവിതം സാധ്യമല്ലാതായിരുന്നു. അല്ലെങ്കിൽ ജീവിതം സാധ്യമാക്കുന്ന എഴുത്തുമുണ്ട്. ആ എഴുത്ത് എഴുതാൻ പ്രയാസവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു 10 to 5 ജോലിയായിട്ട് ഞാൻ ഈ ബ്യൂറോക്രസിയെ കണ്ടിട്ടുള്ളൂ. 10 to 5 അല്ല, ചിലപ്പോൾ 8, 9, ചിലപ്പോൾ അഹോരാത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്ന് വേറിട്ട് നിൽക്കാൻ സാധിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ സർവീസ് റൂളിൽ ഒരു പഴുതുണ്ടായിരുന്നു. എന്ത് എഴുതിയാലും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിക്കുന്ന 2 കാര്യങ്ങൾ ഒഴിച്ച്, സയൻറ്റിഫിക് പേപ്പേഴ്സ്, ലിറ്റററി വർക്ക്സ്. ഈ പഴുത് ഞാൻ ശരിക്കും ഉപയോഗിച്ചു. കാരണം ഇത് അപ്പം അതുകൊണ്ട് എനിക്കെൻ്റെ ഉദ്യോഗവും ഇതുമായിട്ട് പിന്നെ ഞാൻ പ്രവർത്തിച്ചിരുന്നത് ഒരു ഹിന്ദി സംസ്ഥാനത്തിലായിരുന്നു. അവർക്ക് ഞാൻ ഒരു ഉദ്യോഗസ്ഥനും കവിഞ്ഞ് അവർക്ക് ഞാൻ ആരും ആയിരുന്നില്ല. ഞാൻ എഴുതിയിരുന്നത് വളരെ വിദൂരത്തിലുള്ള ഒരു മലയാള ഭാഷയിലായിരുന്നു.
അപ്പം അതിന് ഒരു അനോണിമിറ്റി, ഒരു അജ്ഞാതത്വം കൈവരിക്കാൻ സാധിച്ചു. ഇതെല്ലാം കൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് ജോലിയും സാഹിത്യമോ അല്ലെങ്കിൽ സാഹിത്യ രചന, ഇപ്പം സോണിയാഗാന്ധി ചെയർമാനായിരുന്ന കാലത്ത് നാഷണൽ അഡ്വൈസറി, അതായത് UPA 1, 2ൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന കാലത്താണ് ഈ വൻമരങ്ങൾ വീഴുമ്പോൾ അവരുടെ മദറിനെ കുറിച്ചുള്ള കഥയാണ് അത് സിനിമയായിട്ട് വരുന്നത്. എന്നിട്ട് പോലും എനിക്ക് വലിയ ആരും അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഇത് രണ്ടും എന്നെ ഇത് പരസ്പരം സംഘർഷങ്ങൾക്കോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾക്കോ ഇട നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സാറിൻ്റെ അനുഭവത്തിൽ നന്നായി രൂപകൽപ്പന ചെയ്ത ഒരു സർക്കാർ നയമാണോ ശക്തം, അതോ ജനബോധം ഉണർത്തിവിടാൻ കഴിയുന്ന അത്ര ശക്തമായ ഒരു സാഹിത്യകൃതിയാണോ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നത്? അതിന് വളരെ നിസ്സംശയം ഉത്തരം പറയാം. കാരണം അത് സർക്കാർ നയം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സർക്കാർ നയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി, അത് 100 ദിവസത്തെ തൊഴിലിൻ്റെ അവകാശം, വേതനത്തിൻ്റെ അവകാശം ഈ നാട്ടിലെ 10-15 കോടി ജനങ്ങൾക്ക് ഉറപ്പുവരുത്തിയ ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതി കൊണ്ട് ജീവിക്കുന്ന പലരും കേരളത്തിലുണ്ട്. അപ്പം ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങൾക്ക് കൈവരിക്കുന്ന ഒരു സ്വസ്ഥത, ഒരു സുരക്ഷ ഒരു ഭാഗത്ത്, ഈ പദ്ധതിയെ പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, ഈ അരക്ഷിതാവസ്ഥ ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരണം ഈ വയനാട് പല കുടുംബങ്ങളുടെയും പ്രധാന വരുമാന മാർഗം ഈ തൊഴിലുറപ്പാണ്. അത് ഇല്ലാതായപ്പോൾ അവരുടെ ജീവിത ഉപാധി തന്നെ പ്രശ്നത്തിലായി. ഇങ്ങനെ ഓരോ ചെറിയ സർക്കാർ നയവും വളരെ അഗാധമായിട്ട് ജനങ്ങളെ ബാധിക്കുന്നു. എഴുത്ത്, സാഹിത്യം അല്ലെങ്കിൽ സിനിമ, പാട്ട് ഇതൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ 140 കോടി ഇന്ത്യക്കാരിൽ 130 കോടിയും. അപ്പോൾ ഈ സാഹിത്യത്തിനോ കലയ്ക്കോ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ഏൽപ്പിക്കാനാകുന്ന ആഘാതം, ആ ആഘാതത്തെക്കാൾ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ട്വിറ്ററിന് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിന് പറ്റുമായിരിക്കും. ഇപ്പോൾ ഈജിപ്തിൽ ഒരു സ്ത്രീ ട്വീറ്റ് ചെയ്തു, ഞാൻ താഹിർ സ്ക്വയറിലേക്ക് പോവുകയാണ്. അവർക്ക് ഭരണം ദുസ്സഹമായപ്പോൾ അവരിങ്ങനെ ട്വീറ്റ് ചെയ്തപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് താഹിർ സ്ക്വയറിലേക്ക് പോയത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഭരണമാറ്റം തന്നെ സംഭവിച്ചു. അപ്പോൾ വളരെ അപൂർവമായിട്ട് സാഹിത്യകൃതികൾക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ജനജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുള്ളൂ. അതിന് നിസ്സംശയം സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പല കാര്യത്തിലും പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ തികച്ചും കർഷക വിരുദ്ധമായ കർഷക നിയമങ്ങൾ ഒരു കടുത്ത സമരത്തിലൂടെ ഗവൺമെൻറ്റിന് മരവിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാമാണ് യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തെ സംവദിക്കുന്ന, നേരിട്ട് കാണുന്ന പ്രവർത്തനങ്ങളെന്ന് വിനയപൂർവ്വം വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. സാറിൻ്റെ കഥകളിൽ ഭക്ഷണത്തിന് വളരെയേറെ സ്ഥാനമുണ്ട്. സാറ് നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് എനിക്കറിയാം. സാറ് കുക്ക് ചെയ്ത ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തിൻ്റെ സാമൂഹികവും ചരിത്രപരവും രാഷ്ട്രീയവുമായ സ്വഭാവം എഴുതാൻ ഭക്ഷണത്തെ ഒരു ഉപകരണമായി സാറ് എഴുത്തിൽ ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം വയ്ക്കാറുണ്ട്. അപ്പം അതിന് ചില ഗിനി പിഗുകളെ തേടും. അങ്ങനെ കണ്ടത്
നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇരകളിൽ ഒരാളാണ് ഹരിത. ഈ ഭക്ഷണം വളരെ പ്രധാനമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഒരു രാജ്യത്തെ തന്നെ നിർവചിക്കുന്ന ഭക്ഷണമാണ്. ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയാൽ പച്ചക്കറി വളരെ കുറവായിരിക്കും. അതിന് വരെ അതിന് പകരമായിട്ട് അവർ വളരെ ധാരാളമായിട്ട് ഈ പച്ചക്കറിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്, കടലമാവാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഭക്ഷണക്രമമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു വിപ്ലവം വന്നു എന്നാണ്. ആ വിപ്ലവം ഉണ്ടായത് ബീഫിൻ്റെ കാര്യത്തിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1947 മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും 2 നാട്ടുരാജ്യങ്ങളായിരുന്നു. പിന്നെ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും പ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രങ്ങളായിരുന്നു. തിരുവിതാംകൂർ രാജാവ് പത്മനാഭദാസൻ എന്ന പേരിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള പേരിലുള്ള ഭരണമായിരുന്നു. ഈ 2ഇടത്തും സമ്പൂർണ്ണ ഗോവധ നിരോധനമുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ എങ്ങനെ ബീഫും പൊറോട്ടയും നമ്മുടെ ദേശീയ ഭക്ഷണമായി എന്നുള്ള ചരിത്രത്തിൽ വലിയൊരു പ്രഹേളികയാണ്. കാരണം ഈ 47 ശേഷം എന്നാണ്, അപ്പോൾ 47 ശേഷം അന്ന് വരെ ഉണ്ടായിരുന്ന ഇത് പല നിയമങ്ങളും ഇത് പിന്നീട് നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു, തുടരാമെന്ന്. ഇപ്പോൾ CRPC IPC ഇതെല്ലാം തുടരാമെന്ന് തന്നെ തീരുമാനിച്ച നിയമങ്ങളാണ്. പല തിട്ടൂരങ്ങളും വേണ്ട എന്ന് വെച്ചു. ഒരു പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തിട്ടൂരമായിരിക്കും ഈ ബീഫ് നിരോധനം. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കേരളത്തിൽ വാസ്കോ ഡി ഗാമ വന്നപ്പോൾ, ആദ്യമായിട്ട് വാസ്കോ ഡി ഗാമ കൊച്ചിയിലെത്തിയപ്പോൾ 1502 കൊച്ചി രാജാവ് ഒറ്റ ആവശ്യമേ മുന്നോട്ട് വച്ചുള്ളൂ, ബീഫ് കഴിക്കരുത്. അപ്പോൾ മാർത്താണ്ഡ വാസ്കോ ഡി ഗാമ അത് ശിരസ വഹിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കപ്പലിൽ 3 അവിടുത്തെ ക്രിസ്തീയ പ്രമാണികൾ വന്ന് വാസ്കോ ഡി ഗാമയെ പറഞ്ഞു കുറച്ച് ബീഫ് കൊണ്ടുവരട്ടെ എന്ന്. വാസ്കോ ഡി ഗാമ ആ ബീഫ് എടുത്തില്ല എന്ന് മാത്രമല്ല, വിവരം രാജാവിനെ അറിയിക്കുകയും രാജാവ് ഈ 3 പേരെയും വധിക്കുകയും ചെയ്തു. ഇത് സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ വാസ്കോ ഡി ഗാമയുടെ ജീവചരിത്രത്തിലുള്ള കാര്യമാണ്. ഇതായിരുന്നു നമ്മുടെ ശക്തൻ തമ്പുരാൻ, കൊച്ചിയിലെ രാജാവ് പല ആളുകളെയും ഈ ബീഫിൻ്റെ പേരിൽ വധിച്ചിട്ടുണ്ട്. അവിടുന്ന് 47, 50, 52 ആയപ്പോഴേക്കും ബീഫ് ഇവിടുത്തെ ഒരു ദേശീയ ഭക്ഷണമായിരുന്നു. അതിന് ഒരു പ്രധാന കാരണം പ്രോട്ടീനോടുള്ള അഭിനിവേശമായിരുന്നു. കാരണം അന്ന് ഏറ്റവും വില കൂടിയ മാംസം ചിക്കനായിരുന്നു. ചിക്കൻ കഴിഞ്ഞാൽ മട്ടൺ. പക്ഷേ ഇത് 2നും വലിയ വിലയായിരുന്നു. ഏറ്റവും ചീപ്പായിരുന്നു, കിലോയ്ക്ക് 2 രൂപ 3 രൂപ ഉണ്ടായിരുന്ന ഇതായിരുന്നു ബീഫായിരുന്നു. അപ്പം അങ്ങനെയായിരിക്കും ഒരുപക്ഷെ മലയാളി ബീഫിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ ചരിത്രത്തിൽ കൂടി കണ്ടെത്താൻ പറ്റും. അത് നമ്മുടെ തീന്മേശയിലെത്തുന്ന ഓരോ വിഭവവും, മലയാളിയുടെ തീന്മേശയിലെത്തുന്ന വിഭവങ്ങളിൽ തദ്ദേശീയമായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ വാസ്കോ ഡി ഗാമ കേരളത്തിലേക്ക് വന്നത് കുരുമുളക് കൊണ്ടുപോകാനാണ്. നമ്മളാരും കുരുമുളക് ഉപയോഗിക്കുന്നില്ല ഒരു നിത്യ ഭക്ഷണമെന്ന നിലയിൽ. പക്ഷേ വാസ്കോ ഡി ഗാമ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചുവന്ന മുളക് നമ്മുടെ നിത്യോപവാസത്തിൻ്റെ ഭാഗമായി. പരിപൂർണമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ സമാന്തര ചരിത്രം തീന്മേശയിൽ കാണാമെന്നുള്ളത് വലിയൊരു ചരിത്ര സത്യമാണ്.
കേരളത്തിൽ ഒരിക്കലും നമുക്ക് ഇത് നുരപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, റൊട്ടി ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നു നമുക്ക് ഇത് വെള്ളപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്ന് പറയുന്നത്. അത് നുരപ്പിക്കുന്ന വിദ്യ ചില ഫുഡ് ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇവിടുത്തെ ജൂതന്മാർ പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ബംഗാളിൽ ഇതേ പോർച്ചുഗീസുകാർ ബംഗാളിൽ പോയിട്ട് അവർക്ക് ഈ പനീർ എന്നുള്ള സാധനം അവർക്ക് സംഭാവന ചെയ്തു. കേരളത്തിൽ ചീസില്ല, പക്ഷെ ബംഗാളിന് ചീസ് കൊടുത്തത്, പനീർ കൊടുത്തത് പോർച്ചുഗീസുകാരാണ്. ഈ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ മുഴുവൻ ചരിത്രവും ആ ഒരു പീപ്പ് ഹോളിൽ കൂടി നോക്കി കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, എത്രയോ വർഷങ്ങളായിട്ട് സാറ് കഥകൾ എഴുതുന്നു. ഇപ്പോൾ ആദ്യം ഇന്നലെ രാത്രി സാറിനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശിശു വായിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച ഒരു ചോദ്യമാണ്, സാറിന് ആദ്യകാലത്ത് എഴുതിയ ശിശു പോലെയുള്ള കഥകളും ഇപ്പോൾ എഴുതിയ ഭീമച്ചൻ പോലെയുള്ള നീണ്ട കഥകളും ഈ കാലഘട്ടത്തിനിടയിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു കഥാകാരൻ എന്ന നിലയിൽ സാറിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ ശിശു എഴുതുന്ന 1970 അന്ന് മലയാള സാഹിത്യത്തിൻ്റെ, പ്രത്യേകിച്ച് ചെറുകഥാ സാഹിത്യം അതിൻ്റെ സുവർണ ദശയിലായിരുന്നു. OV വിജയൻ, കാക്കനാടൻ, MP നാരായണപിള്ള, മുകുന്ദൻ തുടങ്ങി എല്ലാ, മാധവിക്കുട്ടി തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട, കഴിഞ്ഞ തലമുറയിലെ എല്ലാ പ്രധാനപ്പെട്ട എഴുത്തുകാരും പീക്കിലായിട്ട് സമയത്താണ് ഞാൻ കഥ എഴുതുന്നത്. അന്തരീക്ഷം പരിപൂർണമായിട്ടും സാഹിത്യമായിരുന്നു. സാഹിത്യം അല്ലാതെയുള്ള വിനോദോപാധിയായിട്ട് സിനിമ അല്ലെങ്കിൽ റേഡിയോ ഉണ്ടായിരുന്നല്ലോ. ടെലിവിഷൻ വരുന്ന 80കളുടെ അവസാനത്തിലാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സാഹിത്യത്തിന് വലിയ മുൻകൈ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് എഴുതി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു പിന്നെ വലിയൊരു പറ്റം ഇന്നത്തെ വലിയ എഴുത്തുകാർ നമ്മുടെ സുഹൃത്ത് വലയത്തിലും ഉണ്ടായിരുന്നു, സച്ചിദാനന്ദനെ പോലെയുള്ളവർ. സാഹിത്യം ശ്വസിച്ചുകൊണ്ട്, സാഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, പിന്നെ അതിൻ്റെ വലിയൊരു കേന്ദ്രം ഞാൻ പഠിച്ച കോളേജ് കൂടിയാണ് മഹാരാജാസ് കോളേജ്, എറണാകുളം. ആ ഒരു കാലഘട്ടത്തിലാണ് തികച്ചും ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ രൂപപ്പെടുത്തിയ ശിശു എന്ന കഥ. അത് പിന്നെ അത്യാധുനികം എന്നൊരു കാലഘട്ടത്തിൽ കൂടി ഇത് മലയാള സാഹിത്യം കടന്നുപോയി. അത് കൃതികൾ, എഴുത്തുകൾ വളരെ ദുർഗ്രഹമായി തുടങ്ങി. ഒരു വാശിയായിരുന്നു. അതായത് ഇതെങ്ങാനും വായനക്കാരൻ വായിച്ച് മനസ്സിലാക്കിയാൽ എഴുത്ത് മോശമാണ് എന്നുള്ള ഒരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു പ്രധാന മാനദണ്ഡം എത്രത്തോളം ജനപ്രിയമാകാതിരിക്കുക അത്രത്തോളം എഴുത്ത് നന്നാവും എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ അധികം എഴുത്ത് മുന്നോട്ട് പോവുകയില്ല. കാരണം അതൊരു സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ എഴുത്തും നിലച്ചുപോയി. ഒരു 10-12 വർഷം എനിക്കൊന്നും എഴുതാൻ തന്നെ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഉള്ള എഴുത്തായപ്പോഴേക്കും കുറേയും കൂടി യാഥാർത്ഥ്യബോധം, കുറേയും കൂടി സാഹിത്യ ദന്തഗോപുരത്തിൽ നിന്ന് പല കോണിപ്പടികളും ഇറങ്ങി വന്ന് ഏതാണ്ട് ഭൂമി സ്പർശിക്കാറാകുമ്പോഴാണ് തുടർന്ന് എഴുതിയ കഥകൾ. അപ്പം അത് പിന്നെ വിനയവും വളരെയധികം വർദ്ധിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് സാഹിത്യമായിരുന്നു ഏറ്റവും വലിയ വിനോദോപാധി എന്ന് പറയും. പിന്നെയുള്ള കാലത്ത് ആ സ്പേസിലേക്ക് പല കാര്യങ്ങളും കടന്നു വന്നു. സിനിമ വളരെ മേജറായിട്ട് കടന്നു വന്നു. ടെലിവിഷൻ, അത് കഴിഞ്ഞ് 21ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ അനുനിമിഷം നമ്മളോട് സംവദിക്കുന്ന ഇൻ്റർനെറ്റ്. അപ്പോൾ സാഹിത്യത്തിൻ്റെ സ്പേസ് ചുരുങ്ങി വളരെ നാമമാത്രമായി തുടങ്ങുന്ന
ഇത് എല്ലാ മാധ്യമങ്ങൾക്കും ഇത് ബാധകമാണ്. കാരണം അത്ര അധികം ഓവർ പവറിങ് ആയിട്ടുള്ള ഒരു മാധ്യമമാണ് വെബ്. അത് നമ്മുടെ കയ്യിലുണ്ട്, അത് വളരെ ലളിതമാണ് ഉപയോഗിക്കുന്നത്. അതിന് വലിയ ഇപ്പോൾ സാഹിത്യമൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസമെങ്കിലും വേണം, ഇതിനതും വേണ്ട. എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റ് സാക്ഷരതയ്ക്ക് വെല്ലുവിളിയാണെന്നാണ്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ അക്ഷരം പഠിക്കണ്ട. ഞാൻ അറബി നാടുകളിൽ കണ്ടിട്ടുണ്ട്. അറബി നാടുകളിൽ അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജസേ അയക്കുന്നുള്ളൂ. അപ്പോൾ എന്തിനും അക്ഷരം പഠിക്കണം, എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സമയത്തുള്ള ഈ സമയത്തുള്ള സാഹിത്യ രചന വളരെയധികം ചലഞ്ചുകൾക്ക്, അതായത് മറ്റു മാധ്യമങ്ങൾ ഉയർത്തുന്ന ചലഞ്ചുകൾക്ക്, മറ്റ് മാധ്യമങ്ങൾ എല്ലാ ഇഷ്യൂസും അനുനിമിഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് സാഹിത്യരചന നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് ദേശീയ രാഷ്ട്രീയത്തിലെ അനീതികളെക്കുറിച്ച് എക്സിൽ വാചാലനാകാറുണ്ട്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ അധികാര കേന്ദ്രങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കാറുണ്ടോ? കേരളത്തിലെ ഇടതുപക്ഷ ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ദേശീയപരമായിട്ടുള്ള പ്രസക്തി നോക്കിയാൽ തുലോം നിസാരമാണെന്നാണ് കരുതുന്നത്. അതിവിടുത്തെ ഒരു ലോക്കൽ പ്രശ്നമായിട്ട് അതിൻ്റെ മുകളിൽ വൃഥാവിൽ ഊർജം കളയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം യു പി എ ഒന്നിൽ 44 MP ഭരണത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് അന്നത്തെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറിക്ക് നിർണായകമായ പങ്കും വഹിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് CPI-ക്ക് ഒരു MP ആണ്, CPM-ന് ഒരു MP ആണ്, CPI-ക്ക് 2 MP ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടാവട്ടത്തിലെ രാഷ്ട്രീയത്തിന് വേണ്ടി തല പുകയുന്നതും ഇത് സമീപനമല്ല. അതിൻ്റെ ഒരു സമയം നഷ്ടം ആലോചിച്ചിട്ടാണ്. കാരണം ദേശീയ രാഷ്ട്രീയം അത്ര അധികം കലുഷിതവും അത്ര അധികം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ഏതാണ്ട് കവല രാഷ്ട്രീയമായിട്ട് ചുരുങ്ങിയിരിക്കുന്ന ഇത് പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, അത് CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, നാമമാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ ചുരുങ്ങി ഇല്ലാതായി കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് നിലനിന്ന് പോകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലാതെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. താങ്ക് യു. വേറൊരു ചോദ്യം, ഇതുപോലെയുള്ളൊരു ചോദ്യമാണ്, ഒരു കുരുട്ട് ചോദ്യം. അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും ബഹുമതികളെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. സർ, ഈ എഴുത്തുകാരും ഭരണകൂടവും തമ്മിൽ ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ഉള്ള ഈ അവിശുദ്ധ ബന്ധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എഴുത്തുകാരൻ എപ്പോഴും ഭരണകൂടത്തിൻ്റെ പ്രതിപക്ഷത്തായിരിക്കണം എന്ന നിലപാടിൽ ഇന്നത്തെ കാലത്ത് മാറ്റമുണ്ടോ? ഇന്നത്തെ കാലത്ത് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ് എഴുത്തുകാരൻ്റെ നിലപാട്. പിന്നെ മറ്റൊരു കാലം, ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം, അത് ഈ വിമർശനം അല്ലെങ്കിൽ സർക്കാരിനോട് മാത്രമല്ല, ലോകത്ത് നടക്കുന്ന എല്ലാവിധ അനീതികൾക്കെതിരായിട്ട് എവിടെയെങ്കിലും ശബ്ദമുയർത്തണമെന്നുള്ളതാണ്. ഇത് എഴുത്തിൽ കൂടി മാത്രം പാടൂ എന്ന് ശഠിക്കുന്നത് ശരിയായിരിക്കില്ല ഇന്നത്തെ കാലത്ത്. അതിന് പല മാധ്യമങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ, എന്നെ വളരെയധികം പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഈ പാലസ്തീനിൽ നടക്കുന്ന കുരുതി. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ 18,000 പിഞ്ചുകുട്ടികളെയാണ് പാലസ്തീനിൽ ഇസ്രയേലികൾ കൊന്നൊടുക്കിയത്. ഇതിൽ ഈ
കുട്ടികളുടെ മരണം ആഘോഷിക്കുന്ന, അവർ മുസ്ലിം കുട്ടികളായതുകൊണ്ട് മാത്രം അവരുടെ മരണം ആഘോഷിക്കുന്ന ചെറിയ ഒരു ന്യൂനപക്ഷം വരെ, ന്യൂനപക്ഷമുണ്ട്, വലിയ ശബ്ദാടപത്തോടു കൂടി മുന്നോട്ട് വന്ന് വലിയൊരു പക്ഷം ആൾക്കാരും കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് തോന്നി ഇത് ഒരു പക്ഷേ എഴുത്തിൽ കൂടി ഇതിനെ നേരിടാൻ പറ്റുകയില്ല എന്ന്. അപ്പം ഞങ്ങൾ ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഈ 18,000 കുട്ടികളുടെ പേര്, കാസർഗോഡിൽ 1500, എറണാകുളത്ത് 1500 പേരോട് വായന തുടങ്ങി. കേരളം മുഴുവൻ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഞങ്ങൾ പല കാലങ്ങളിൽ എഴുതിയ സാഹിത്യകാരന്മാരുണ്ട്, സിനിമാക്കാരുണ്ട്, സമാന മനസ്കരായിട്ടുള്ള വലിയ ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങുകയും ഈ ഗാസിയുടെ പേരുകൾ എന്നുള്ളത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽക്ക് മറ്റൊരറ്റം വരെ ഉള്ള ജില്ലാ തലസ്ഥാനങ്ങളിൽ ഒരു ചെറിയ അവധിക്കുള്ളിൽ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിയുടെ ചരമദിനത്തിന് സെപ്റ്റംബർ 16-ാം തീയതി നവംബർ 16-ാം തീയതി പാലസ്തീൻ സ്വാതന്ത്ര്യ ദിനം വരെയുള്ള ഒരു 40 ദിവസത്തിനിടയ്ക്ക് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതുകൊണ്ട് ആ ഇൻ്റർനെറ്റിലെ നരേറ്റീവ് മാറി. അതായത് ഇത് ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു നല്ല കാര്യമല്ല എന്നൊരു ബോധമുണ്ടാക്കാൻ പറ്റി. ഇതൊരു പക്ഷേ ഒരു കഥയിലൂടെയോ സിനിമയിലൂടെയോ നാടകത്തിലൂടെയോ സാധിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇന്നത്തെ കാലത്ത് സാഹിത്യകാരനും പൗരനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സാഹിത്യകാരനായതുകൊണ്ട് ഭരണകൂടത്തെ എതിർക്കണം, സാഹിത്യകാരനായതുകൊണ്ട് അനീതിക്കെതിരായിട്ട് ശബ്ദമുയർത്തണം, ഈ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഒരു പൗരന് ഏതൊരുത്തനും ചെയ്യേണ്ട കാര്യമാണ്. അവർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതോ ഇതിൽ കൂടുതലായിട്ടൊന്നും ഒരു കലാകാരൻ്റെ അടുത്തും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് ഒരു നിമിഷത്തിൽ വെട്ടുകിളി കൂട്ടത്തെ പോലെ സംഘടിതമായ സൈബർ ആക്രമണങ്ങളാണ് ശത്രുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്നും കൂടി ഓർക്കുക. ആ ഒരു കാലഘട്ടത്തിൽ ഒരു പൗരനെയും സാഹിത്യകാരനെയും വിഭജിക്കുന്ന മതിലുകൾ ഇല്ലാതായിരിക്കുന്നു. എല്ലാവർക്കും ഒരു പൗരബോധം അല്ലെങ്കിൽ പൗരന്മാർക്കുള്ള കർത്തവ്യം, അത് കൂടുതലൊന്നും സാഹിത്യകാരൻ്റെ മുകളിൽ കലാകാരൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിൻ്റെ കഥകളിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് അടിച്ചമർത്തപ്പെട്ട ആളുകൾ, ആദിവാസികൾ, സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള മനുഷ്യർ, വളരെ മോശമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, ഓപ്പറേഷൻ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾ, അങ്ങനെ പലതും കടന്നു വരാറുണ്ട്. പക്ഷേ അതിനെ ചിലർ, പല വിമർശകരും ഒരു സവർണൻ്റെ നോട്ടമെന്നോ അല്ലെങ്കിൽ ഒരു പുറം ലോകത്തു നിന്ന് നോക്കിക്കാണുന്ന ഒരാളുടെ കാഴ്ചയെന്നോ ഒക്കെ വിമർശിച്ച് കണ്ടിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സർ ഇത്തരം ആരോപണങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? ഒന്നാമത്തെ കാര്യം, ആരോപണമേ തെറ്റാണ്. ഞാൻ സവർണനല്ല, ഞാൻ ശൂദ്രനാണ്. അപ്പോൾ ഈ വർണ്ണവ്യവസ്ഥയിൽ ഏറ്റവും താഴെക്കടെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ഇത് നമ്മുടെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു നല്ല വശമാണ്, അതുപോലെ തന്നെ ചീത്ത വശവുമാണ്. ഇപ്പോൾ MT വാസുദേവൻ നായരെ പറ്റി അടുത്തൊരു പുസ്തകം ഇറങ്ങി, MT സ്പേസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, പക്ഷെ അതിന് ഞാൻ മനസ്സിലാക്കിയത് MTയുടെ ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണെന്നാണ്. പക്ഷെ ആ പുസ്തകത്തിനെ കുറിച്ച് അതിൻ്റെ ഗ്രന്ഥകർത്താവ് വിവരിക്കുന്നത് കേട്ടപ്പോൾ ഇതൊരു അപകടകരമായ പുസ്തകമായിട്ട് എനിക്ക് തോന്നി. കാരണം MTയുടെ പാട്രിയാർക്കി, MTയുടെ പുരുഷബോധം, ഇത് ആ ദാമ്പത്യ ജീവിതത്തിലല്ല അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, അവർ MTയുടെ സിനിമകളിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് ഈ
ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഒരാളുടെ മുകളിൽ ചില കാര്യങ്ങൾ ചാർത്തി കൊടുക്കുന്നത് ഒരു ശരിയായ പ്രവണതയാണെന്ന് തോന്നുന്നില്ല. അത് പിന്നെ ഇത് എം ഡിയുടെ സിനിമ, അതിലൊരു പ്രധാന ആരോപണം ഇതാണ്, എം ഡിയുടെ ആദ്യ ഭാര്യ പ്രമീള നായർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. എം ഡിയെ ആദ്യകാലത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഇവരാണ്. ഒരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. പക്ഷേ എം ഡിയുടെ സിനിമകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മോഡേൺ ആയിട്ടുള്ള സ്ത്രീകളെ എല്ലാം അടിച്ചമർത്തുന്നു. ഈ സിനിമ മുഴുവൻ നിരൂപണം അപഗ്രഹം ചെയ്തിട്ടാണ് ഇവർ ഈ കൺക്ലൂഷനിലെത്തുന്നത്. അതിന് കാരണം എം ഡി ജീവിതത്തിൽ പൂർവ്വ ഭാര്യയെ അടിച്ചമർത്തി ഇത്തരത്തിലുള്ളൊരു കൺക്ലൂഷൻ, ഈ ബയോഗ്രാഫി ബേസ്ഡ് ആയിട്ടുള്ള ജീവചരിത്രത്തിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നിരൂപണം അത്ര ആരോഗ്യപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിനെ അവഗണിച്ചിട്ടേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, ഫാസിസം ആളുകളുടെ വായ മൂടിക്കെട്ടുന്നില്ല, മറിച്ച് കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന ഇറാഖി നോവലിസ്റ്റായ അലിയ മധൂഹിൻ്റെ ഉദ്ധരണി സാർ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഫാസിസം വളരുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. കേരളത്തിലെ എഴുത്തുകാർ അതിനെതിരെ എത്രമാത്രം ശബ്ദമുയർത്തുന്നുണ്ട്? എഴുത്തുകാരൻ്റെ അതിജീവനത്തിന് വേണ്ടി ജെയിംസ് ജോയ്സ് 3 വിദ്യകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് എക്സൈൽ, അതായത് പ്രവാസം, നാട് വിട്ടു പോവുക. 2 മൗനം, എഴുതാതിരിക്കുക, മൗനം പാലിക്കുക. 3-മത്തേത് കൗശലം, കണ്ണിങ്, എക്സൈൽ, സൈലൻസ്, കണ്ണിങ്. ഈ 3 വിദ്യകളിൽ കൂടി ഫാസിസത്തെ ഒരു പരിധി വരെ നേരിടാൻ പറ്റും. അല്ലെങ്കിൽ ഫാസിസം നിങ്ങളെ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. കേരളം സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പച്ചത്തുരുത്താണ്. ഞാൻ ഡൽഹിയിൽ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കിൽ ആണ് യോഗേന്ദ്ര യാദവ് താമസിച്ചിരുന്നത്. യോഗേന്ദ്ര യാദവിനെ നിങ്ങൾ അറിയുമായിരിക്കും, ഈ ഇലക്ഷൻ അനാലിസ്റ്റ്. അപ്പം അങ്ങോട്ട് എന്തോ ഭരണകക്ഷിക്കെതിരായിട്ട് എന്തോ പറഞ്ഞു. അവിടേക്ക് കൂട്ടമായിട്ട് ആളുകൾ ചേർന്ന് ആ വീട് ആക്രമിക്കുകയാണ്. ഹിന്ദിയിലെയോ ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലോ ഇന്ത്യയിലോ ഒരു എഴുത്തുകാരന് ഇന്ന് സംസാരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിൽ 1-2 പച്ചത്തുരുത്തുകളുള്ളത് കേരളവും തമിഴ്നാടും മറ്റുമായിരിക്കും. ഇപ്പം എമർജൻസി കാലത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ അഭയാർത്ഥികളും തമിഴ്നാട്ടിലേക്കാണ് വന്ന 6 മാസം, കരുണാനിധി ഭരിച്ച 6 മാസം തമിഴ്നാട് എല്ലാവർക്കും അഭയം നൽകിയിരുന്നു, രാഷ്ട്രീയ അഭയാർത്ഥികൾക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫാസിസത്തിനോട് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ഫാസിസ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായി പറയാനുള്ള ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു പകർപ്പാണ് ഈ സാഹിത്യോത്സവങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ ബിനാലയിലും മറ്റും കാണുന്ന രാഷ്ട്രീയ അന്തരീക്ഷമേ അല്ല പുറത്ത് ഇന്നും വ്യത്യസ്തമാണെന്ന് നമുക്ക് നിത്യജീവിതത്തിൽ അറിയാം. പക്ഷേ ഇത്തരം പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം എഴുത്തുകാരും ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി ഒരു ചോദ്യം സാറിനോട് പലരും അത് ചോദിച്ചിട്ടുണ്ടാവും. അതിന് സാർ ഉത്തരം പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന് പകരം സാറിൻ്റെ ഹിഗ്വിറ്റയിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. ജബ്ബാർ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു, ലൂസി, ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത്? അല്ല, ലൂസി പറഞ്ഞു. അപ്പോൾ ജബ്ബാറിൻ്റെ കൈ ഉയർന്നതും ലൂസി ഒരു ചുവട് പുറകോട്ട് വെച്ചതും
തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കാണാനെത്തിയവർ ഗീവറീതേ ഗീവറീതേ എന്നാർത്തതും ഒരുമിച്ചായിരുന്നു. പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഒരു ഓർമ്മയിൽ PT മാഷ് ദൂരെ ഒരു കവുങ്ങും ചാരി നിൽക്കുന്നത് കണ്ണിൻ്റെ സീമകളിൽ പാട പറ്റിക്കിടക്കുമ്പോൾ തന്നെ ഗീവർഗീസ് കാലുയർത്തി അടിച്ചു. വിരിനെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടടിച്ചു. അടുത്ത അടി കാല് പൊക്കിയായിരുന്നു. പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു. നിലത്ത് വീണ ജബ്ബാറിൻ്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു. വലിയ അക്ഷരത്തിൽ ഒക്ലഹാമോ എന്നെഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു, നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത്. സർ ബ്യൂറോക്രസിയുടെ ഏറ്റവും ഉയർന്ന കസേരകളിലൊന്നിൽ ഇരിക്കുമ്പോഴാണ് സർ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ എഴുതിയത്. ധൈര്യപൂർവ്വം എഴുതാൻ ഞങ്ങളുടെ തലമുറയ്ക്ക് ധൈര്യം പകർന്നു തന്നത് സാറാണ്. ചുല്യാറ്റ്, ആ നീല പെൻസിൽ വെച്ച് വരച്ച ചുല്യാറ്റും ഞങ്ങൾക്ക് സാറ് തന്നെയാണ്. ജബ്ബാറിൻ്റെ നെഞ്ചിൽ കാലുമടക്കി അടിച്ച ഗീവർഗീസും ഞങ്ങൾക്ക് സാറ് തന്നെയാണ്. താങ്ക്സ് ഫോർ ബീങ് ദെയർ. താങ്ക്സ് ഫോർ ബീങ് എൻ എസ് മാധവൻ. ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ചോദ്യങ്ങൾ ചോദിക്കൂ ദയവായി. സാറിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പം ചില എഴുത്തുകാർ, ഇപ്പം ബഷീറിനെ എടുക്കുകയാണെങ്കിൽ ബഷീറിൻ്റെ ഇപ്പം ഭാർഗവി നിലയം എന്നുള്ള ഒരു ടേം പിന്നീട് മലയാളത്തിലൊരു വേർഡായിട്ട് ഇപ്പം നമ്മളിപ്പം സാധാരണ ഭാർഗവി നിലയം എന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു അറിയാം എന്താണ് അതൊരു ഇമേജ് ആയിട്ടോ മെറ്റഫറായിട്ടോ ഒക്കെ നമ്മൾ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ സാറ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ബിയാട്രീസിലാണെന്ന് തോന്നുന്നു ഈ ഷെഹറാസാദിനെ പോലൊരു അവസ്ഥ മറ്റൊരു എഴുത്തുകാരനും വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതേപോലെ ഹിഗ്ഗിറ്റ് ഇന്ന് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ളൊരു മെറ്റഫറായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ മെറ്റഫേഴ്സ് എത്രത്തോളം ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻറ്റൻഷനലാണ് എന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാനൊക്കെ എഴുത്ത് തുടങ്ങിയ കാലത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. സിമിലിയാണോ ഉപമയാണോ രൂപകം അല്ലെങ്കിൽ മെറ്റഫോർ ആണോ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മെറ്റഫോറിനായിരുന്നു മുൻതൂക്കം. ഒരുപക്ഷെ ആ ഒരു ശീലം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പകരം വയ്ക്കുന്ന രീതി ഇല്ലാതായി. കാരണം ലോകം അത്രത്തോളം ദൃശ്യമായി കഴിഞ്ഞു. നമ്മൾ കാഴ്ചകളിൽ കൂടിയാണ് ഇപ്പോൾ ലോകത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വിവരിക്കാൻ മറ്റൊരു കാര്യം പറയേണ്ട ആവശ്യമില്ലാത്ത ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ പ്ലെയിനായിട്ട് ഇപ്പോൾ കോയിറ്റ്സെ അല്ലെങ്കിൽ ഈ മോഡേൺ റൈറ്റേഴ്സ് ഇവരെല്ലാം വളരെ പ്ലെയിനായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതിൽ കൂടി ഒരു ലോകത്തെ ജനിപ്പിക്കുകയാണ്. ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആനന്ദ് അങ്ങനെ ഒരു എഴുത്തുകാരനാണ്. വലിയ സാഹിത്യത്തിൻ്റെ ആർഭാടങ്ങളൊന്നുമില്ലാതെ ഒരു നേരിയ ജീവിതത്തിൻ്റെ ഒരു കമൻട്രി അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ മെറ്റഫർ, സിമിലി തുടങ്ങിയ കാര്യങ്ങളിപ്പോൾ ഏതാണ്ട് അസ്തമിച്ച് കാര്യങ്ങൾ എത്രത്തോളം നേരിട്ട് പറയാമോ അത്രത്തോളം യഥാർത്ഥമായിട്ട് പറയുക, വേണ്ട അവസരത്തിൽ പറയാതിരിക്കുക. അർത്ഥോക്തികൾക്കും നിശബ്ദതയ്ക്കും വലിയ സ്ഥാനമുള്ളൊരു കാലഘട്ടമാണിത്. സർ, 1992 ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ആ പ്രവൃത്തിയെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. അതിപ്പോൾ തർക്കമന്ദിരമാണോ അല്ലെങ്കിൽ ഒരു വിവാദഭൂമിയാണെങ്കോ എന്ന കാര്യത്തിലാണെങ്കിൽ സംശയമുണ്ടെങ്കിലും, പക്ഷേ 2024 ഇവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിക്കുകയുണ്ടായി. നമ്മുടെ OB വാൻ അയോധ്യ എന്നും ലൈവ് ടെലികാസ്റ്റ് നടത്തി. ഈ നരേന്ദ്രമോദി ഒരു ഏകഛത്രാധിപതിയെ പോലെ വരുന്നത് ദൂരദർശൻ കാണിച്ചോ, നമുക്ക് നാഷണൽ നെറ്റ്വർക്ക് കാണിക്കാം. പക്ഷേ അത് നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം പ്രൈമായി കാണിച്ചു.
അത് ഒരു ആഘോഷമാക്കി. ഇന്ത്യ വേൾഡ് കപ്പ് വിജയിച്ചതുപോലെ ആയിരുന്നു ആ അയോധ്യയുടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ തിരുത്തിലെ പത്രാധിപർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തേനെ? നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്തായി? മാധ്യമങ്ങളല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ പ്രയോക്താക്കൾ? ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുകയില്ല. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ പരിപൂർണമായിട്ട് ഒരു നിയമവ്യവസ്ഥയ്ക്കകത്ത് ഉള്ള പ്രവൃത്തിയായി സ്ഥാപിച്ചു കൊടുത്ത ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി വിധിയാണ്. അപ്പം നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റ് പറ്റിയത് ഭരണഘടന സംരക്ഷിക്കണമെന്ന് അതിൻ്റെ കാവലാളുകളായ സുപ്രീം കോടതി ഇത് ശരിവച്ചതോടു കൂടിയാണ് തെറ്റ് ആരംഭിക്കുന്നത്. മാധ്യമങ്ങൾ വെറും കണ്ണാടികളാണ്. കണ്ണാടികൾ മാത്രമല്ല, ആൾക്കാരെ എത്രത്തോളം ഉത്തേജിപ്പിക്കാമോ അത്രത്തോളം ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റ്, ഈ തെറ്റ് ആര് തിരുത്തും? സുപ്രീം കോടതിക്ക് ഇലക്ഷൻ ഇല്ലല്ലോ. മറ്റേ ഭരണകക്ഷി നമുക്ക് വേണമെങ്കിൽ 5 വർഷത്തിനകം മാറ്റാം. സുപ്രീം കോടതിക്ക് ഇലക്ഷനില്ല. അവരിതിൻ്റെ മുകളിൽ ഇറ്റ് ഈസ് ലീഗൽ എന്നുള്ള ഒരു മുദ്ര വച്ചതിന് ശേഷം പൗരന്മാരെന്ത് ചെയ്യും? മാധ്യമങ്ങൾ എന്ത് ചെയ്യും? ഇത് വലിയ പ്രശ്നമാണ്. മാഷെ, ഇപ്പം നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. മീഡിയ അതനുസരിച്ച് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. മുമ്പ് മനുഷ്യർ തന്നെ ഇങ്ങനൊരു ടെക്നോളജി ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം കുറച്ചുകൂടെ ഈസി ആക്കാനാണ്. സാർ 2 കാലഘട്ടത്തിൽ ഒരേപോലെ എഴുതുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. സാറിന് ശരിക്കും പറഞ്ഞാൽ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണോ തോന്നുന്നത്, അതോ ഈ ഒരു വികസനം അല്ലെങ്കിൽ എല്ലാ തരത്തിലും ടെക്നോളജി ആയിക്കോട്ടെ അത് കുറച്ചുകൂടെ ഈസി ആയിട്ടാണോ തോന്നുന്നത്? ഈ സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ദോഷവശങ്ങളും മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അത് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അഭിപ്രായത്തെ ഡെമോക്രാറ്റൈസ് ചെയ്തു. എല്ലാവർക്കും അഭിപ്രായം പറയാമെന്നുള്ള ഇത് പത്രങ്ങളുള്ള ഒരു പത്രങ്ങൾ മാത്രമുള്ളൊരു കാലഘട്ടത്തിൽ അന്ന് ടി വി ഉണ്ടായിരുന്നു. പക്ഷേ ടി വി പരിപൂർണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് അതിന് യാതൊരു വിശ്വാസ്യതയും ഉണ്ടായിരുന്നില്ല. പത്രങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അഭിപ്രായങ്ങൾക്ക് മേൽ എന്ത് രീതിയിലുള്ള കൂച്ചുവിലങ്ങളായിരുന്നു. സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഇൻ്റർനെറ്റ് സ്റ്റാർസ് ഉണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്. അത് അതിൻ്റെ നല്ല വശം. ചീത്ത വശം നമുക്ക് എല്ലാവർക്കും നിത്യേന എന്ന വിധം നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ടെക്നോളജി വന്നത്, ഓരോ ടെക്നോളജിക്കൽ അഡ്വാൻസും കാര്യങ്ങളെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആദ്യം ഗുഡൻബർഗ് ഇത് പ്രസ് കണ്ടുപിടിച്ചപ്പോൾ വളരെ നാമമാത്രമായ ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്തെത്തി. അങ്ങനെ ഓരോ ടെക്നോളജി, അപ്പോൾ ടെക്നോളജി എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യണം. ഇപ്പോൾ വരുന്ന ഒരു പുതിയ ടെക്നോളജി AI, അത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടി കിട്ടിയിട്ടില്ല. പക്ഷെ അതും ഒരുപക്ഷെ ഭാവിയില്ല, അതും ഈ ജനാധിപത്യവൽക്കരണ പ്രോസസ്സിൻ്റെ ഭാഗമായേക്കാം. സർ, ഇന്ന് ഞാൻ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്. നിങ്ങൾ 2 പേരും ഉള്ളൊരു സെഷനിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് അതിന് പങ്കെടുക്കേണ്ട ആ ഒരു ആശങ്കയിലും ഒക്കെ എന്തായാലും ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു എക്കണോമിസ്റ്റ് മുതൽ സാധാ മലയാളി, റിയാലിറ്റി ഷോ കാണുന്ന മലയാളി വരെ ഞെട്ടിപ്പിച്ച ഒരു മരണം, വളരെ കോൺഫിഡൻ്റായ ഒരു മനുഷ്യൻ്റെ ഒരു മരണം നടന്നു. അപ്പോൾ എനിക്ക് 25 വർഷം മുമ്പ് എന്നെ വിട്ടുപോയ അച്ഛനെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് ഓർത്തു. കാരണം എനിക്ക് ഒത്തിരി ആശങ്കകൾ, ഒരു വല്ലാത്ത ഭീതിയും, ഇതെവിടെ ചെന്ന് നിൽക്കും, അങ്ങനെ ഒരുപാട് ആശങ്കകൾ. അത് പങ്കുവയ്ക്കാൻ ഇപ്പോൾ സാറിന് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും അതിന് ഒരു ചെറിയൊരു സമാധാനം. അത്
കാരണം FB പോസ്റ്റുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിൽ ചെറിയ കമൻറ്റുകളാണ് ഏറ്റവും വേദനിപ്പിച്ചത്. വളരെ നിസാരമായി അതിനെ കണ്ടു. ടാക്സ് ഒന്നും കൊടുക്കാതെ എവിടെങ്കിലും ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വളരെ ചീപ്പായി. പക്ഷെ അത്ര നിസാരമായി കാണാവുന്ന ഒന്നാണോ അത്? സാറിന് എന്താണ് അത് പറയാനുള്ളതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. പത്രത്തിൽ വായിച്ചു മാത്രമാണ്. ഇപ്പം അറിഞ്ഞു അദ്ദേഹം മുറി കയറി വാതിൽ കുറ്റിയിട്ടതിന് ശേഷമാണ് ഈ കൃത്യം നടത്തിയതെന്ന് പുതുതായിട്ടൊരു വാർത്ത വന്നായിട്ട് ഇപ്പോൾ കണ്ടു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഇന്നലെയാണ് ഇങ്ങനൊരാളുണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു 20 കൊല്ലം മുമ്പ് എറണാകുളത്ത് ഒരു വില്ല സച്ചിൻ ടെണ്ടുൽക്കറിന് ഇദ്ദേഹം സമ്മാനിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായി. പക്ഷെ അതിന് ശേഷമുള്ള 20 വർഷങ്ങൾക്ക് ശേഷം പിന്നെ വാർത്തയിലാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ശരിക്കും പിടിച്ചു കൊളുത്തിക്കുക ഒരു സംഭവമാണ്. കാരണം ഒരു റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ റെയ്ഡ് ഇതുമായിട്ട് ബന്ധമുണ്ടോ, ബന്ധപ്പെടുത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ. പിന്നെ ഇത്രയധികം കാശുണ്ടെങ്കിൽ ഒരു റെയ്ഡ് വന്നാൽ എന്താ സംഭവിക്കും? കുറേ പിഴയിടും, അത്രയല്ലേ ഉള്ളൂ. അതൊരു ജീവൻ മരണ പ്രശ്നമാവുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. കാരണം ഏറി വന്ന കുറേ പിഴയിടും, പിഴ അടച്ചില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ഇത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ അവസാന റെയ്ഡിൻ്റെ പരിണിത ഫലം അത്രയല്ലേ ഉള്ളൂ. അതിന് ഇത്രയും വലിയ സാക്രിഫൈസ് എന്തിനാണ് ചെയ്തതെന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. അതായത് അധികാരം ആവിഷ്കാരത്തിൽ ഇടപെടുന്ന ഒരു സമയത്താണ് സാറിൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ഒരു കൃതി റിലീസാവുന്നത്. പക്ഷേ ഇന്നിപ്പം നമ്മൾ കാലഘട്ടത്തിൽ നോക്കിയാൽ ഇന്നും ഇതുപോലെയുള്ള ഇടപെടൽ, അധികാരത്തിൻ്റേതായിട്ടുള്ള ഇടപെടൽ എല്ലാ രീതിയിലുള്ള ആവിഷ്കാരത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പം അത് എഴുത്തുകാരാണെങ്കിലും ഇപ്പോൾ സിനിമ സംവിധായകർ, തിരക്കഥാകൃത്തുകളാണെങ്കിലും എത്രത്തോളം വെല്ലുവിളി നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ രചനകളെ, ഇന്നിൻ്റെ രചനകളെ ബാധിക്കുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ അധികാരത്തിൻ്റെ ഇടപെടൽ പല മാത്രകളിലാണ് ഓരോ കലാരൂപത്തെയും ബാധിക്കുക. അപ്പോൾ അധികാരം ഏറ്റവും കൂടുതൽ ബാധിക്കുക സിനിമയാണ്. പിന്നെ സിനിമയിലെ എല്ലാ രംഗങ്ങളും, എല്ലാ പ്രൊഡക്ഷൻ തൊട്ട് എക്സിബിഷൻ വരെയുള്ള എല്ലാ സ്റ്റേജസിലും അധികാരത്തിൻ്റെ ഇടപെടലുണ്ട്. അതുകൊണ്ടാണ് IFFKയിൽ 13 സിനിമ തടഞ്ഞു വച്ചത്. അതിന് താഴോട്ട് ഈ ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ചിത്രകല, ഗാനാലാപം അല്ലെങ്കിൽ എഴുത്ത് തുടങ്ങിയ കലാരൂപങ്ങളിൽ അധികാരം ഇടപെടാറുണ്ട്. പക്ഷേ ഈ നേരിട്ടിടപെടുന്ന സിനിമ പോലത്തെ കലാരൂപത്തിന്, അതിൽ സിനിമയല്ലെങ്കിൽ നാടകം, ഇപ്പോൾ തൃശ്ശൂരിലെ നാടകോത്സവത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ഒരു നാടക സംഘത്തിന് മുഴുവനായി വിസ നിഷേധിച്ചു. കാരണം അവരുടെ നാടകത്തിൻ്റെ തീം പാലസ്തീനായിരുന്നു. എവിടെയെല്ലാം അധികാരത്തോട് നമ്മൾ അങ്ങോട്ട് കയറി പെർമിഷൻ ചോദിക്കുന്നു, അവിടെയെല്ലാം ഇന്നത്തെ കാലത്ത് ഉത്തരം നെഗറ്റീവായിരിക്കും. എഴുത്ത്, പാട്ട് തുടങ്ങിയവയിലൊക്കെ അധികാരത്തെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവർ നേരിട്ട് ഇടപെടും. പക്ഷെ നിത്യേനയുള്ള ഇടപെടലുകൾ മറ്റു രംഗങ്ങളെപ്പോലെ ഇല്ല.